നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവതകൾക്കായിട്ട് എത്ര പ്രദക്ഷിണമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഗണപതി ഭഗവാനെ പ്രദക്ഷിണം ഒരു തവണ, മഹാദേവൻ 3, മഹാവിഷ്ണു 4, ദേവിക്ക് 4, അയ്യപ്പസ്വാമി 5, സുബ്രഹ്മണ്യസ്വാമി 6, ആൽപ്രദക്ഷിണം 7. ക്ഷേത്രദർശനം നടത്തുമ്പോൾ മറ്റുള്ള ചിന്തകളെല്ലാം മാറ്റിവെക്കുക. എത്രയും പെട്ടെന്ന് പ്രദക്ഷിണം വെച്ച് വീട്ടിലോട്ട് എത്തണം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്ന സ്ഥലത്ത് എത്തണമല്ലോ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടക്കണമല്ലോ, അല്ലെങ്കിൽ ഞാൻ ചെന്നിട്ട് വേണം മറ്റുള്ളവർക്ക് പോവാൻ, അല്ലെങ്കിൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താവുമോ, അങ്ങനെയുള്ള പല പല ചിന്തകളുണ്ടാവാം. പക്ഷേ അതെല്ലാം കുറച്ച് സമയത്ത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ദേവീദേവന്മാരെ ദർശിക്കാൻ പോകുമ്പോൾ ആ ദേവീദേവന്മാരുടെ നാമജപം മാത്രം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ക്ഷേത്ര കവാടം തുടങ്ങുമ്പോൾ തന്നെ ഭഗവാനായാലും ഭഗവതി ആയാലും ആ നാമത്തോടു കൂടി മനസ്സിൽ മറ്റുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കി ആ പ്രാർത്ഥനയോടുകൂടി നിശബ്ദമായിട്ട് നാമജപത്തോടു കൂടി ഓരോ കാൽവെപ്പും നാമജപത്തോടു കൂടി പ്രദക്ഷിണം വയ്ക്കും. എല്ലാ കാര്യങ്ങളും ദേവീദേവന്മാർ നടത്തി തരുന്നതാണ്. സന്തുഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ഭവനത്തിൽ നിങ്ങൾ തന്നെ അനുഭവത്തിലൂടെ കാണാവുന്നതുമാണ്. അത്രയ്ക്കുണ്ട് ശാന്തമായിട്ട് സന്മനസ്സോടുകൂടി സന്തോഷപ്രദമായിട്ട് ആ ചൈതന്യം മനസ്സിലങ്ങോട്ട് നിറയുമ്പോൾ എന്താ മനസ്സിലൊരു കുളിർമ നൽകുന്നത് പോലെ തോന്നും. ആ ദേവീദേവന്മാരുടെ സന്നിധിയിൽ എല്ലാം സമർപ്പിക്കുക എന്നുള്ള മനസ്സോടുകൂടി ഇന്ന് മുതൽ എല്ലാം നിശ്ചയമായിട്ടും ഓരോന്നോരോന്നായിട്ട് ഭഗവാനെ ഭഗവതിയെ മാറ്റിത്തരണേ എന്ന് ഏത് ദർശനമാണോ ആ ദേവീദേവന്മാരോട് എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാഗ്രതമായിട്ട് പ്രദക്ഷിണം വയ്ക്കും. സന്തോഷമായിട്ടുള്ള ജീവിതമായിരിക്കും. എല്ലാ ചിന്തകളും ഒഴിവാക്കുക. കുറച്ച് സമയമല്ലേ അത്, ആ കുറച്ച് സമയത്തിന് മറ്റുള്ള ചിന്തകളും എല്ലാം ഒഴിവാക്കി ദേവീദേവന്മാരുടെ ആ ഒരു സന്നിധിയിലെത്തുമ്പോൾ കുളിർമയോട് കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും. അതിനാൽ ശാന്തമായിട്ട് നിഷ്കളങ്കമായിട്ടുള്ള മനസ്സോടുകൂടി ഭഗവാനായാലും ഭഗവതി ആയാലും മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഓരോ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അതിനുള്ള ഐശ്വര്യം നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. അത്ര കണ്ട് സന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. നിങ്ങൾക്ക് എന്താണോ ആവാൻ, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ അത്തരത്തിലുള്ള രീതിയിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്നതാണ്. ഒരുപാട് ദുരിതങ്ങളാലും കഷ്ടതകളാലും സാമ്പത്തികമായിട്ടുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാലും ആരോഗ്യപ്രദമായിട്ടുള്ള കാര്യങ്ങളായാലും പലതരത്തിൽ ബുദ്ധിമുട്ടുന്ന എല്ലാ മറികടന്ന് സന്തോഷപ്രദമായിട്ടുള്ള അതിസന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കുന്നതാണ്. എല്ലാം മംഗളമായി ഭവിക്കുന്നതുമാണ്. ശുഭം.